ഈ സെഷനിൽ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ആ ഓൾഡ് ബുക്കിൽ വെച്ച് എഴുതിയേക്കുന്ന പോലെ ആണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ബുക്കിൽ കൊടുത്തേക്കുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതും പഠിക്കാൻ. ഇതാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് മറ്റേ ബോർഡ് ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതായിരിക്കും കുറച്ചും കൂടി നല്ല. കാരണം എങ്ങാനും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വരയ്ക്കാനൊക്കെ പറഞ്ഞാൽ വരയ്ക്കാൻ ഇതായിരിക്കും കൂടുതൽ. ഇത് വരച്ചാലായിരിക്കും അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. കാരണം updation വന്നേക്കണേ ആയതുകൊണ്ട് they will consider that. Okay, so we will see how the electron transport system the electron transport system it work in the inner mitochondrial membrane. Okay, അപ്പോൾ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. See here, ഇവിടെ ഞാൻ വരച്ചു വെച്ചേക്കുന്ന 2 ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വരച്ചു വെച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന NADH ATP ഉണ്ടാക്കുന്നതും FADH2 ATP ഉണ്ടാക്കുന്നതും ഒരുമിച്ച് ഒരൊറ്റ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി ഒന്നിൽ വരച്ചു വെച്ചിട്ട് രണ്ടും സെപ്പറേറ്റ് വരച്ചിട്ടുള്ളത്. മറ്റത് രണ്ടും ഒന്നിലാണ് വരച്ചേക്കുന്നത് കേട്ടോ. ഇനി ഞാനിത് ഈ രണ്ടും പറഞ്ഞതിന് ശേഷം ഞാനത് രണ്ടും കൂടെ ഒന്നിൽ വരച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞുതരാം. So here first we will see the positions of this mitochondria where these all occurs. എവിടെയാണ് ഈ ഓരോ റിയാക്ഷൻ നടക്കുന്നതെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. We know this is intermembrane space, that is nothing but this region. Inner membrane, that is nothing but the crista, and the matrix, it is nothing but the inner part of this mitochondria. ഓക്കെ, അപ്പൊ നമ്മുടെ മാട്രിക്സിലാണ് ആരിയിരിക്കുന്നത്? NADH-ഉം FADH2 ഇരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണല്ലോ. പിന്നെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന കോംപ്ലക്സ് 1 to 5 ഇറ്റ് ഈസ് ഗിവൻ ഇൻ ആൻ ഓർഡർ 1 2 3 4 5. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് 1 3 2 4 5 എന്നാണ്. അതായത് ഫസ്റ്റ് ഒന്നാമത്തെ, പിന്നെ മൂന്നാമത്തെ, പിന്നെ രണ്ടാമത്തെ, പിന്നെ 4 5 അങ്ങനെയാ കോംപ്ലക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ച് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഹിയർ ദ ഫസ്റ്റ് കോംപ്ലക്സ് ഇറ്റ് ഈസ് കോംപ്ലക്സ് 1 NADH dehydrogenase enzyme. NADH dehydrogenase enzyme. അതിനകത്തുള്ള കമ്പോണൻസ് ആണ് FMN ആൻഡ് അയൺ സൾഫർ കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം see here NADH and H plus when it is converted to NAD plus 2 H plus it will be moved to the intermembrane space. 2H plus it will be moved to the intermembrane space through FMN, and the 2 electrons which is present in this 2 hydrogen, 2 hydrogen ആയിട്ടാണ് ഇങ്ങോട്ട് എടുക്കുന്നത് അല്ലേ. ആ 2 ഹൈഡ്രജനിലുള്ള 2 ഇലക്ട്രോണിനെ എടുത്തതിന് ശേഷം 2 H plus എങ്ങോട്ടേക്ക് പോകും? It will be moved to the intermembrane space, and we can see only electron it is passing to the next region, that is ubiquinone here. Ubiquinone through which it will be passed. Ubiquinone when it received the electron, ubiquinone when it is receiving that electron, it will become highly reduced. Ubiquinone എന്താവും? Highly reduced ubiquinone ആവും. Highly reduced ubiquinone it will take 2H plus from here and it will be converted to UQH2. So here we can see 2H plus it is removed from this region and it is becoming as UQH2. ഈ UQH2ലെ 2 H പ്ലസിനെ എങ്ങോട്ടേക്ക് കൊടുക്കും? ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് കൊടുക്കും. ബാക്കി ഇലക്ട്രോൺ ഇറ്റ് വിൽ ബി പാസ്ഡ് ത്രൂ സൈറ്റോക്രോം ബി, അയൺ സൾഫർ, സൈറ്റോക്രോം C1. ഇവിടെ ഈ കോംപ്ലക്സ് 3യിലേക്കാണ് ഇത് ഡയറക്റ്റ് എൻറ്റർ ചെയ്യുന്നത്. കോംപ്ലക്സ് 2യിലേക്ക് ഈ NADH വരുന്ന ഇലക്ട്രോൺസ് ഒരിക്കലും എൻറ്റർ ചെയ്യുന്നില്ല കേട്ടോ. സോ ഹിയർ വി ക്യാൻ സേ അത് നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു അല്ലേ, അയൺ സൾഫർ ഒഴിവാക്കിയിട്ട് നേരെ UQയിലേക്കായിരുന്നു വന്നത്. അവിടെ നമ്മൾ ഈ പറയുന്ന സാധനം മേലെ കൊടുത്തിട്ടുണ്ടായിരുന്ന അയൺ സൾഫറിൽ കയറാതെയാണ് UQH2ലേക്ക് എൻറ്റർ ചെയ്തത്. Then after that it was entering into cytochrome BC1 complex, that is nothing but the complex 3. complex 3യിലേക്ക് എൻറ്റർ ചെയ്യും. എന്നിട്ട് ഇതിന്റെ പ്രോട്ടോണിനെ ഇങ്ങോട്ട് എടുക്കും, 2 ഇലക്ട്രോണിന് സൈറ്റോക്രോം B എടുക്കും. that will be passed through iron sulfur complex and it reaches to cytochrome C1. ഈ cytochrome C1 it will be passing that electron to the region cytochrome C. It is a small protein attached to the outer surface of the inner membrane of mitochondria. Inner membrane of mitochondria യുടെ outer surface ൽ attach ചെയ്തിട്ടുള്ള ഒരു small protein ആണ് എന്ത്? cytochrome C എന്ന് പറയുന്നത്. and it acts as a mobile carrier for transfer of electron. അതൊരു മൊബൈൽ കാരിയർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ cytochrome C, it acts as a mobile carrier for passage of the electrons, transport of electrons. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സൈറ്റോക്രോം ബിയിലേക്ക് എൻ്റർ ചെയ്യുന്ന 2 ഇലക്ട്രോൺ അയൺ സൾഫർ കോംപ്ലക്സിൽ വരും. അയൺ സൾഫർ കോംപ്ലക്സിൽ നിന്ന് സൈറ്റോക്രോം C1ലേക്ക് എൻ്റർ ചെയ്യും. സൈറ്റോക്രോം C1ൽ നിന്ന് directly it will enter into cytochrome C. See here, cytochrome BC1 complex is complex 3. അപ്പോൾ ഇതെന്താണ് cytochrome C? Cytochrome C ഇതിന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രോട്ടീനാണ്, പുറത്ത് നിൽക്കുന്ന ഒരു ചെറിയ പ്രോട്ടീനാണ് that can act as mobile carrier for transfer of electron. Cytochrome C യിലേക്ക് എത്തിയ ഈ ഇലക്ട്രോൺ that will be passed from the cytochrome C to copper of this complex 4. Complex 4 എന്താണ്? cytochrome C oxidase ആണ് കേട്ടോ. cytochrome C oxidase-ന് 2 കോപ്പറും ഉണ്ട്, അതേപോലെ തന്നെ cytochrome A3 എന്ന് പറയുന്ന പ്രോട്ടീനും ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. കോംപ്ലക്സ് 4ൽ എന്തുണ്ട്? cytochrome A3 and it is a copper containing protein എന്നാണ് നമ്മൾ പറയാം. കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ ആയിട്ടുള്ള cytochrome A3 കോംപ്ലക്സ്, that is nothing but cytochrome C oxidase. ഈ cytochrome C oxidase-ന്റെ കോപ്പറിലേക്ക് ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ബാക്കി പ്രോട്ടോൺ ആയിട്ട് എങ്ങോട്ട് പോരും? ഇറ്റ് വിൽ ബി പാസിംഗ് ടു ദ ഇന്റർമെംബ്രെയിൻ സ്പേസ്. ബാക്കി ആ പ്രോട്ടോൺ എങ്ങോട്ട് പോരും? ഈ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് വരും. എങ്ങനെയാ അത് പ്രോട്ടോൺ ആയിട്ട് ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് പോരുന്നതെന്നറിയോ? ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ സൈറ്റോക്രോം സി കൂടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ? ഇലക്ട്രോൺ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ സൈറ്റോക്രോം സി ഇറ്റ് ഈസ് എ മൊബൈൽ കാരിയർ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. സോ സൈറ്റോക്രോം സി ഇറ്റ് വിൽ ബിക്കം ഹൈലി റെഡ്യൂസ്ഡ്. സൈറ്റോക്രോം സി എന്താവും? ഹൈലി റെഡ്യൂസ്ഡ് ആവും. അതുപോലെ തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ആക്സെപ്റ്റിംഗ് പ്രോട്ടോൺ ഫ്രം ദ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ രണ്ട് പ്രോട്ടോണിനെ എടുക്കുകയും ആ പ്രോട്ടോണിന്റെ അകത്ത് പ്രോട്ടോണിനോട് കൂടി ഇലക്ട്രോണിനെ കമ്പൈൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഈ 2 H ഹൈഡ്രജൻ ആയിട്ട് മാറുകയും ചെയ്യും. പക്ഷെ ആ 2 ഹൈഡ്രജൻ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അതിന്റെ അപ്പുറത്തിരിക്കുന്ന നെക്സ്റ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ സൈറ്റോക്രോം എ ആണ്. അതൊരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? അത് അതിന്റെ ഇലക്ട്രോണിനെ മാത്രം ഊറ്റിയെടുക്കും. സോ വാട്ട് ഹാപ്പൻ? ദ 2H+ it will be coming to the intermembrane space of mitochondria. പിന്നെ സൈറ്റോക്രോം എയിൽ എൻ്റർ ചെയ്ത് ഇലക്ട്രോൺ സൈറ്റോക്രോം A3ലേക്ക് പോകും. എന്നിട്ട് ഈ കോപ്പറിൽ എത്തി കഴിയുമ്പോൾ സൈറ്റോക്രോം A3 ഫ്രം വേർ the electron it will be received by half O2. ഈ half O2 2 ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും. അതുപോലെ തന്നെ we can see 2H+ കൂടി കമ്പൈൻ ചെയ്തിട്ട് half O2 it will combine with 2H+ and it will be converted in the form of water molecule. അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ എത്ര പ്രോട്ടോണിന് ഉള്ളിൽ എടുത്തിട്ടുണ്ട്? 6 പ്രോട്ടോണിന് ഉള്ളിൽ എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്റ്റെപ്പ് വരെ പഠിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോയാൽ മതി കേട്ടോ. സോ ഹിയർ വി ക്യാൻ സേ ഇതിനകത്ത് ഈ കോംപ്ലക്സ് 2ന്റെ കാര്യം നമ്മൾ എവിടെയും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് കോംപ്ലക്സ് 2ന്റെ കാര്യം പറയാത്തതെന്ന് അറിയോ? കോംപ്ലക്സ് 2 അവിടെ ഇൻവോൾവ് ആകുന്നില്ല. NADH ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് കോംപ്ലക്സ് 2 അവിടെ ഇൻവോൾവ് ആകുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ആ കോംപ്ലക്സ് 1 അതിൻ്റെ ഉള്ളിലേക്ക് NADH 2 ഹൈഡ്രജനെ കൊടുക്കും. NADH 2 ഹൈഡ്രജനെ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഹൈഡ്രജൻ്റെ അകത്ത് നിന്ന് 2 ഇലക്ട്രോണിനെ എടുത്തിട്ട് FMN അയൺ സൾഫർ കോംപ്ലക്സിന് കൊടുക്കും. കാരണം അയൺ സൾഫർ കോംപ്ലക്സിലേക്ക് ഇലക്ട്രോണിനെ മതി, ഹൈഡ്രജന് വേണ്ട. സോ വാട്ട് ഹാപ്പൻ? ആ 2 ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോണിനെ എടുക്കുമ്പോൾ 2 പ്രോട്ടോണായി പോകും. ആ പ്രോട്ടോൺ എന്ത് ചെയ്യും? ഈ മാട്രിക്സിൽ നിന്ന് നേരെ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അല്ലെ? അയൺ സൾഫർ കോംപ്ലക്സ് FMN വഴി അത് ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പൊ 2H+ ഇവിടെ എടുത്തു. പിന്നെ ഉള്ളത് 2 ഇലക്ട്രോൺ ആണ് അയൺ സൾഫറിന്റെ കയ്യിലിരിക്കുന്നത്. ആ 2 ഇലക്ട്രോണിനെ വേഗം യുബിക്വിനോൺ എന്ന് പറയുന്ന മോളിക്യൂള് ആക്സെപ്റ്റ് ചെയ്യും. യുബിക്വിനോൺ ഹൈലി റെഡ്യൂസിങ് കോമ്പൗണ്ട് ആണ്. അത് വല്ലാതെ റെഡ്യൂസ് ആയിട്ട് അപ്പൊ തന്നെ UQ ആ ഇലക്ട്രോണിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു UQH2 by accepting 2H+. ആ H+ എവിടുന്നാണ് എടുക്കുന്നത്? മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ എന്നാണ് എടുക്കുന്നത്. അല്ലേ? അപ്പൊ എക്സ്ക്യൂസ് മീ, യുബിക്വിനോൺ 2 ഇലക്ട്രോണിനെ റിസീവ് ചെയ്തുകൊണ്ട് അത് 2 പ്രോട്ടോണിനെ റിസീവ് ചെയ്ത് അത് UQH2 ആയിട്ട് മാറും. ഈ UQH2-ലെ 2 പ്രോട്ടോണിനെ അത് നേരെ എങ്ങോട്ട് വിടുന്നറിയോ? ഈ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയയിലേക്ക് വിടും. ബിക്കോസ് ഈ UQH2 കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നത് ആരാണ്? കോംപ്ലക്സ് 3 ആണ്. അല്ലെ? കോംപ്ലക്സ് 3 എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡ് സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. ഈ സൈറ്റോക്രോം B ഉണ്ട്, അയൺ സൾഫർ ഉണ്ട്, സൈറ്റോക്രോം C1 ഉണ്ട്. സോ ഹിയർ
that electron it passes through cytochrome B reaches to iron sulfur complex cytochrome C1. ആ ഇലക്ട്രോണിനെ എവിടെ നിന്ന് എടുത്തതാ? ഹൈഡ്രജനിൽ നിന്ന് എടുത്താണ് അല്ലെ. അതിനകത്തായി 2 പ്രോട്ടോണിനെ ആർക്ക് കൊടുക്കും? ഈ ഇന്റർ മെമ്പറൈൻ സ്പേസിലേക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് 2 പ്രോട്ടോണിനെ കൂടി ഇങ്ങോട്ട് കിട്ടി. പക്ഷെ 2 ഇലക്ട്രോൺ when it reaches to cytochrome C1 it will be coming to a small protein which is present in the outer surface of the inner membrane of mitochondria, which can act as mobile carrier for electron, mobile carrier for transfer of electron. അതിൽ കൂടെ 2 ഇലക്ട്രോൺ പാസ് ചെയ്യും. ഈ 2 ഇലക്ട്രോൺ പാസ് ചെയ്ത് സൈറ്റോക്രോം സിയിൽ എത്തിക്കഴിയുമ്പോൾ സൈറ്റോക്രോം സിന്ന് നെക്സ്റ്റ് 4th കോംപ്ലക്സിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ദാറ്റ് വിൽ ബിക്കം ഹൈലി റെഡ്യൂസ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് 2H plus and it will be converted in the form of H2 there. ഹൈഡ്രജൻ ഒരു H2 മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. 2 പ്രോട്ടോൺ വന്നിട്ട് H2 മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തുകൊണ്ടാ? 2 പ്രോട്ടോണിന് ഈ സൈറ്റോക്രോം സി 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നതുകൊണ്ടാണ് അല്ലെ. അപ്പോൾ ഇത് 2 ഹൈഡ്രജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ ആരാണ്? സൈറ്റോക്രോം എ ആണ്. സൈറ്റോക്രോം എക്ക് ആരെ മതി? ഇലക്ട്രോണിന്റെ മതി. സൈറ്റോക്രോം എക്ക് ഇലക്ട്രോണിന്റെ മതി എന്നുള്ളത് കൊണ്ട് ആ ഹൈഡ്രജനെ വീണ്ടും പിരിച്ചിട്ട് പ്രോട്ടോണും ഇലക്ട്രോണും ആക്കി മാറ്റും. ആ 2 പ്രോട്ടോണിനെ എങ്ങോട്ട് കൊടുക്കും? ഇന്റർ മെമ്പറൈൻ സ്പേസിലേക്ക് കൊടുക്കും. 2 ഇലക്ട്രോണിനെ സൈറ്റോക്രോം എ കൊണ്ടുപോകും. സൈറ്റോക്രോം A3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ A3ന്ന് ഇത് ഈ കോപ്പർ അവിടെ ഇവിടെ എഴുതിക്കണമെന്ന് എഴുതിയിട്ട് കോപ്പർ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യണമെന്നല്ല കേട്ടോ. കോംപ്ലക്സ് 4 it is a protein which contain 2 molecules of copper ions. അതിനകത്ത് കോപ്പർ ഉണ്ട് എന്ന് കാണിക്കുന്നുള്ളൂ. So here cytochrome A3 ന്ന് ആ 2 ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്നത് ഹാഫ് O2 മോളിക്യൂൾ ആണ്. ഹാഫ് O2 മോളിക്യൂൾ ആ ഇലക്ട്രോണിനെ റിസീവ് ചെയ്താൽ അത് 2H+ ആയിട്ട് അത് പങ്കിട്ട് കൊടുക്കും. അതായത് അതിന് കിട്ടിയ ഇലക്ട്രോണിനെ വേഗം 2H+ അട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ ഹാഫ് O2 വന്നിട്ട് 2 നെഗറ്റീവ് ചാർജ് വന്നു കഴിയുമ്പോൾ 2 പോസിറ്റീവ് ചാർജ് അതിനകത്തേക്ക് അട്രാക്ട് ചെയ്യും ത്രൂ H+. അപ്പൊ എന്തായി? H2O മോളിക്യൂൾ ഉണ്ടാവും. അപ്പൊ ഒരു വാട്ടർ മോളിക്യൂൾ ഇവിടെ ഉണ്ടായി. Now we can see the 6 molecules of 6 protons it has taken into intermembrane space. ഇനി അടുത്ത പ്രോട്ടീൻ ഇരിക്കുന്നത് എന്താണ്? ഓക്സിസോം എന്ന് പറയുന്ന കോംപ്ലക്സ് 5 ആണ് അല്ലെ. ആ ഓക്സിസോമിന്റെ F0 F1 കോംപ്ലക്സിലെ F0 is a proton channel. ഓരോ 2 പ്രോട്ടോണും ഇതിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ ATP സിന്തേസ് എന്ന് പറയുന്ന F1 കോംപ്ലക്സ് ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ് 1 ADP to 1 ATP മോളിക്യൂൾ. അപ്പൊ നോക്കിക്കേ, ഒരു NADH എത്ര H+ ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്? 6 H+ ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. 6 H+ ഇതിൽ മൂവ് ചെയ്ത് എത്ര ATP മോളിക്യൂൾ ഉണ്ടാവും? 3 ATP മോളിക്യൂൾ ഉണ്ടാവും. ഇത് NADH ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. Now we will see FADH2. FADH2 നമ്മൾ പറയുമ്പോൾ കോംപ്ലക്സ് 1നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. FADH2 നമ്മൾ പറയുമ്പോൾ കോംപ്ലക്സ് 1നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. കാരണം FADH2 it enter into this pathway through complex 2. Okay, complex 2 വഴിയാണ് അത് എൻ്റർ ചെയ്യുന്നത്. So here we can say complex 2 which is that is nothing but see here succinate dehydrogenase enzyme. Succinate dehydrogenase enzyme in the presence le FADH2 എന്ന് പറയുന്ന മോളിക്യൂളിൽ നിന്ന് 2 ഇലക്ട്രോണിനെ ആര് ഊറ്റിയെടുക്കും? ഈ പറയുന്ന FAD ഫ്ലേവിൻ അഡിനൈൻ ഡൈന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആരെ? 2 ഇലക്ട്രോണിനെ. ഈ 2 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ FADH2ന്റെ ഹൈഡ്രജന്റെ 2 ഇലക്ട്രോണാണ് ഇവർ എടുക്കുന്നത്. അപ്പൊ എന്തായി? 2H+ ഇത് പുറത്തു വിട്ടു അല്ലെ. 2H+ അത് ഡിസോസിയേറ്റ് ചെയ്ത് കളയും. Now ഈ 2 ഇലക്ട്രോൺ it will passes through FAD and iron sulfur and it reaches to ubiquinone. Ubiquinone എത്തി കഴിയുമ്പോൾ we can see ubiquinone it become highly reduced and it will take 2H+ from here and that 2H+ it will combine with 2 electron and it will become as 1 hydrogen H2 molecule and we can see UQ it is converting to UQH2. UQ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? UQH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ UQH2 ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഇത് പോകുന്ന നേരെ മേലേക്ക് നോക്കിക്കേ, കോംപ്ലക്സ് 3യിലേക്കാണ് പോകുന്നത്. 2ൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? 3യിലേക്കാണ് പോകുന്നത്. അപ്പൊ കോംപ്ലക്സ് 3യിൽ ഇരിക്കുന്ന സൈറ്റോക്രോം B സൈറ്റോക്രോം C1 കോംപ്ലക്സ് ആണ് അല്ലെ. സൈറ്റോക്രോം B എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ്. അവർ എന്തെടുക്കില്ല? ഹൈഡ്രജനെ എടുക്കില്ല. അപ്പൊ എന്തായി? 2 ഇലക്ട്രോണിനെ ഇവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പൊ 2 പ്രോട്ടോൺ എങ്ങോട്ട് പോയി? ഇന്റർ മെമ്പറൈൻ സ്പേസിലേക്ക് പോയി. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇലക്ട്രോൺ ഇറ്റ് പാസസ് ത്രൂ സൈറ്റോക്രോം B, അയൺ സൾഫർ, സൈറ്റോക്രോം C1.
മനസ്സിലായോ? സൈറ്റോക്രോം C1 വരെ എത്തും. പിന്നീട് ഈ സൈറ്റോക്രോം C1 ഇലക്ട്രോൺ സൈറ്റോക്രോം സിയിലേക്ക് എത്തും, സൈറ്റോക്രോം സിയിലേക്ക് എത്തും. പിന്നെ ഈ സൈറ്റോക്രോം സിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വി ക്യാൻ സി ഇറ്റ് ഹാസ് ടു എൻ്റർ ഇൻ ടു സൈറ്റോക്രോം എ. സൈറ്റോക്രോം സിയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ സൈറ്റോക്രോം എയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് ഇത് ഹൈലി റെഡ്യൂസ്ഡ് ആവും, സൈറ്റോക്രോം സി ഹൈലി റെഡ്യൂസ്ഡ് ആവും. അതിന്റെ നെഗറ്റീവ് ചാർജ് കൊണ്ട് 2H+ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. 2H+ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ ഒരു H2 മോളിക്യൂൾ ഉണ്ടാവും. ആ H2 മോളിക്യൂൾ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് അടുത്തയാള് സൈറ്റോക്രോം എ ആണ് അല്ലെ. ഈ സൈറ്റോക്രോം എ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ മാത്രമാണ്. അപ്പൊ എന്തായി? സൈറ്റോക്രോം എയിലേക്ക് ഇലക്ട്രോണിനെ മാത്രം എടുത്തിട്ട് 2H+ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് കൊടുക്കും. അതേപോലെ that same electron it will be passed to A3, and that A3 it will give that electron to half O2. There it will combine with 2H+ and it will become as H2O molecule. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 2H+ എടുത്തു, ഇവിടെ 2H+ എടുത്തു. So here we can see 4H+ it has taken from the matrix of mitochondria to intermembrane space. Each 2H+ when it goes through F0 F1 complex, we can see 1 ATP molecule is produced. So here how many ATP will be produced? FADH2, in which as it is able to take 4H+ to the intermembrane space, it will produce 2 ATP molecule per FADH2. Okay, ഇതാണ് ആ റിയാക്ഷൻ. ഇനി ഞാൻ ഈ സെയിം സംഗതി ഇവിടേക്ക് കാണിച്ചു തരാം. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ എറർ ഉണ്ട് കേട്ടോ, അത് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഉണ്ടോ? ഈ ഇവിടുന്നാണ് ഇത് എൻ്റർ ചെയ്യുന്നത് അല്ലേ. ഇത് എൻ്റർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. FADH2 it will be converted to FAD+. അല്ലേ? FADH2 is converted to FAD+. It will give 2 electrons. 2 electrons here. That 2 electrons it will be passing through this FAD iron sulfur complex, and it reaches to ubiquinone. And ubiquinone from where? It will be receiving the 2 electron. It combines with the 2 proton and it will become as UQH2. It will become as UQH2. See here, UQH2 ഉണ്ടായത് കണ്ടോ? Now from the UQH2 it will take the 2 protons here. 2H+ it will be taken here, and we can see the 2 electron it passes through cytochrome B, iron sulfur, cytochrome C1, and that same electron it passes through this way and it reaches to this complex 4. Complex 4 ലേക്ക് എത്തിക്കഴിയുമ്പോൾ again the 2H+ it will be taken here അല്ലെ. ആ 2H+ ഇവിടെ എടുക്കുന്നത് നമ്മളിവിടെ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഏതാണ്? NADH എടുക്കുമ്പോൾ ഉള്ളത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. Now I am going to show another 2H+ when FADH2 is coming, that time it will be taken. That I am just showing here as 2H+ and here also 1 2H+. ഇത് കൺഫ്യൂസ് ആയോ? ഞാൻ ഈ കാണിച്ച 2H+ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ NADHന്റെ 2H+ ആണ് ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ. ആ 2H+ന്റെ കൂടെ 2 2H+ കൂടി കൂടുമ്പോൾ 4 2H+ ഇവിടെ 4 H+ ഇവിടെ വരുന്നുണ്ട് അല്ലെ. സോ ഹിയർ യു സി ഈ ഇവിടെ 2H+ വന്നു, അതെന്തിനെ കൊണ്ടാ? NADHനെ കൊണ്ട്. ഇവിടെ 4H+ വന്നു, അതെന്തിനെ കൊണ്ടാ? NADHും FADH2 ഉള്ളത് കൊണ്ട്. ഇവിടെ 4H+ വന്നു, അതെന്തുകൊണ്ടാ? NADHും FADH2 ഉള്ളത് കൊണ്ട് കേട്ടോ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കറക്ഷൻ എന്ന് വെച്ചാല് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 4H+ ഇവിടെ, അതേപോലെ 2H+ താഴെ കൊടുത്തിട്ടുള്ളത്. അത് നേരെ തിരിച്ചെഴുതാം. ഇത് 2H+ഉം ഇവിടെ 4H+ഉം ആണ് കേട്ടോ. അങ്ങനെ എടുക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ NADH എന്നുള്ള H+ന്റെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. എന്താ പറയാ, മാട്രിക്സിൽ നിന്ന് ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് H+നെ എടുക്കുന്ന കോംപ്ലക്സ് 1 കൂടെ NADHന് മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2H+ മാത്രമാണ് എങ്ങോട്ടേക്ക് വരുള്ളൂ? ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് വരുള്ളൂ ഫസ്റ്റ് പൊസിഷനിൽ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 2 FADHന്നും NADHന്നും എന്തെടുക്കുന്നുണ്ട്? 2H+ എടുക്കുന്നുണ്ട്. സോ ടോട്ടൽ 10H+ it will be taken because of NADH and FADH2. അങ്ങനെ തന്നെയല്ലേ? NADHന് 6H+ എടുക്കും, FADH2ന് 4H+ എടുക്കും. ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കേട്ടോ. ഒരുപാട് കൺഫ്യൂസ് ആവാനൊന്നുമില്ല. നമുക്ക് അതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്. അതായത് ആ സൈറ്റോക്രോം C എവിടെയാണ് ഇരിക്കുന്നത്, സൈറ്റോക്രോം C എന്താണ്, ദാറ്റ് ഈസ് എ മൊബൈൽ കാരിയർ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. അതൊക്കെ ആ സ്പെസിഫിക് ടേം ഒക്കെ ഓർത്തിരിക്കുക.
അതുപോലെ വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. ഒന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി, അതിന്റെ പൊസിഷൻ ഓർത്തിരിക്കണം, അതുപോലെ ഈ പേരുകൾ ഓർത്തിരിക്കണം. പിന്നെ ഈ പ്രോസസ്സ് എങ്ങനെയാ നടക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും കൺഫ്യൂസ് ആവില്ല കേട്ടോ. അപ്പൊ ഇത് നല്ല ക്ലിയർ ആയിട്ട് നല്ല മനസ്സിരുത്തി, ഇത് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല മനസ്സിരുത്തി നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് വാച്ച് ചെയ്യണം. ഇതിപ്പോ ഞാൻ വരച്ചു വെച്ചേക്ക് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ സ്റ്റെപ്പും പറയുമ്പോൾ നിങ്ങൾ തന്നെ വരച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. NADH ട്രാൻസ്പോർട്ട്, NADH എനർജി എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് മാത്രം വരച്ചു നോക്കുക. FADH2 എനർജി എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് മാത്രം വരച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ നിങ്ങൾക്കായിട്ട് ഒരു സ്വന്തം ഐഡിയ കിട്ടുകയും ചെയ്യും. ഇതും കൂടി ഞാൻ പറഞ്ഞതും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും ഈ ഒരു പോർഷൻ കേട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ നീറ്റ് എക്സാമിനൊക്കെ അതേപോലെ ബോർഡ് എക്സാമിന് ചോദിച്ചാല് ഇതൊക്കെ എഴുതാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. സോ ഹിയർ ഇനി നമുക്ക് ശരിക്കും പറയാനുള്ളത് റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ്. റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഗ്ലൈക്കോളിസിസിൽ എത്ര NADH ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഗ്ലൈക്കോളിസിസില് 2 NADH അല്ലെ. ലിങ്ക് റിയാക്ഷനിൽ എത്ര NADH ഉണ്ട്, 2 NADH. ക്രെബ്സ് സൈക്കിളിൽ എത്ര NADH ഉണ്ട്, 6 NADH ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര NADH ഉണ്ടായി, 10 NADH ഉണ്ടായി. അതേപോലെ we can see how many FADH2 are produced in the Krebs cycle. 2 FADH2. 2 FADH2 it will be produced from the Krebs cycle. അതേപോലെ 2 ATP മോളിക്യൂള് ഗ്ലൈക്കോളിസിസിൽ നിന്ന് ഉണ്ടാകുന്ന 2 ATP മോളിക്യൂള് Krebs cycle നിന്നും ഉണ്ടാകുന്നുണ്ട് അല്ലേ. Now if we calculate the amount of energy which is produced from these all reaction, 10 NADH ന്ന് എത്ര ATP മോളിക്യൂൾ ഉണ്ടാവും, ഒരു NADH ന്ന് എത്ര ATP ഉണ്ടാവും, 3 ATP ഉണ്ടാവും. അപ്പോൾ 10 NADH ന്ന് എത്ര ഉണ്ടാവും, 30 ATPs will be produced. 2 FADH2 ന്ന് എത്ര ATP ഉണ്ടാവും, 4 ATP മോളിക്യൂൾ ഉണ്ടാവും അല്ലെ. 30 ATP here, 4 ATP here. അതേപോലെ ഇവിടെ 2 ATP ഉണ്ടാവും, ഇവിടെ 2 ATP. So here total it is 38 ATP molecules will be produced in glucose oxidation of glucose le 30 ATP molecules produce ചെയ്യും. ഇനി ഞാൻ നെക്സ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ സെഷനിൽ ഓൾറെഡി ഞാൻ പറഞ്ഞാണ് നമ്മുടെ ഈ ന്യൂ എഡിഷൻ ടെക്സ്റ്റ് ബുക്കിലാണ് 38 ATP എന്ന് കൊടുത്തിട്ടുള്ളത്. മറ്റേ പഴയ ബുക്കിലൊക്കെ 36 ATP എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തെറ്റായതുകൊണ്ടാണോ അങ്ങനെ കൊടുത്തത് എന്ന് ചോദിച്ചാൽ തെറ്റായതുകൊണ്ടല്ല അങ്ങനെ കൊടുത്തത്. നമ്മള് ഈ ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്ന ഈ 2 NADH ഉണ്ടല്ലോ, അത് മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയയിലേക്ക് എൻട്രി ചെയ്താലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അതിനെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ എൻട്രി ചെയ്യിപ്പിക്കുന്ന മെത്തേഡ് അനുസരിച്ചായിരിക്കും അതിനകത്തുനിന്ന് എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഷട്ടിൽ മെക്കാനിസം എങ്ങനെയാണ് ഇത് NADH ഇറ്റ് ഈസ് ഷട്ടിൽഡ് ഇൻസൈഡ് ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്, അത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. സോ ഷട്ടിൽ മെക്കാനിസം ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ദ നെക്സ്റ്റ് സെഷൻ.